സ്നേഹത്തിലൊന്നായി തീരാം, ദാനത്തിൽ പങ്കുചേരാം. സ്നേഹത്തിലൊന്നായി തീരാം, ദാനത്തിൽ പങ്കുചേരാം. ദാമ്പത്യം ദൈവത്തിൻ ദാനം, ദമ്പതിമാർ ദൈവത്തിൻ മക്കൾ. ദാമ്പത്യം ദൈവത്തിൻ ദാനം, ദമ്പതിമാർ ദൈവത്തിൻ മക്കൾ. ശരീരമായി തീർന്നിടേണം, ലോകത്തിൻ സാക്ഷികളായിടേണം. ഏക ശരീരമായി തീർന്നിടേണം, ലോകത്തിൻ സാക്ഷികളായിടേണം. ദാമ്പത്യം ദൈവത്തിൻ ദാനം, ദമ്പതിമാർ ദൈവത്തിൻ മക്കൾ. ദാമ്പത്യം ദൈവത്തിൻ ദാനം, ദമ്പതിമാർ ദൈവത്തിൻ മക്കൾ. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം മിശ്ര വിവാഹം അരുത്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒന്നിച്ചുകൂടി പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന സമൂഹത്തിന് കർത്താവ് നൽകിയിരിക്കുന്ന വാഗ്ദത്തമാണ് മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 19-ാം വാക്യം. അതിനാൽ ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, ഭൂമിയിൽ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏതൊരു കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റി തരും. യോഹന്നാൻ 14:14. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അത് ചെയ്തു തരും. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ ഇതുപോലെ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവമക്കൾ ലഭിച്ച ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. അതിലൊരെണ്ണം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. തൃശ്ശൂരിൽ നിന്ന് ഗ്രേസി എഴുതുന്നു, ഞാൻ പതിവായി അഭിഷേകാഗ്നി പ്രോഗ്രാം കാണാറുള്ള വ്യക്തിയാണ്. ഒരുപാട് നന്മകൾ എൻ്റെ കുടുംബത്തിൽ അതുവഴി സംഭവിച്ചിട്ടുണ്ട്. വചനം കേൾക്കുന്നത് ആനന്ദപ്രദമായി ഞാൻ എണ്ണുന്നു. എൻ്റെ മകൾക്ക് വിവാഹത്തിന് ശേഷം 3 വർഷങ്ങളായിട്ട് മക്കളുണ്ടായിരുന്നില്ല. ഒരുപാട് പ്രശ്നങ്ങൾ, ഡോക്ടർമാരെ കാണിച്ചിട്ടും ഒരു പ്രതിവിധി അവർക്ക് നിർദ്ദേശിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ഈ വലിയ വേദന അഭിഷേകാഗ്നി പ്രോഗ്രാം കാണുന്ന സമയത്ത് ടീമിനോട് ചേർന്ന് ദൈവസന്നിധി സമർപ്പിച്ചു. ഞാനും മക്കളെല്ലാം അഭിഷേകാഗ്നിയുടെ സമയത്ത് മകൾക്ക് കുഞ്ഞിനെ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. മാത്രമല്ല, കുഞ്ഞിനെ ലഭിച്ചാൽ അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ സാക്ഷ്യപ്പെടുത്താമെന്ന് നേർച്ച നേർന്നു. അതിന്റെ ഫലമായി അഭിഷേകാഗ്നി പ്രോഗ്രാം ഞങ്ങൾ പങ്കെടുത്ത് പ്രാർത്ഥിച്ചതിന്റെ പിറ്റേ മാസം തന്നെ ഞങ്ങളുടെ മകൾ 3 വർഷങ്ങൾക്ക് ശേഷം ഗർഭിണിയായി. വിവാഹത്തിന് ശേഷം 3 വർഷങ്ങളായി ഗർഭിണിയാകാതിരുന്ന, വിവാഹത്തിന് ശേഷം 3 വർഷങ്ങളായി കുട്ടികളുണ്ടാകാതിരുന്ന ഈ കുടുംബത്തിൽ അഭിഷേകാഗ്നി പ്രോഗ്രാം പങ്കെടുത്ത് സാക്ഷ്യപ്പെടുത്താൻ നേർച്ച നേർന്ന് പ്രാർത്ഥിച്ചു. 1 മാസത്തിനുള്ളിൽ ആ കുടുംബത്തിൽ ദൈവം കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു, ഗർഭിണിയായി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവ് ഇന്നും ജീവിക്കുന്നു. ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങളുടെ കുടുംബങ്ങളിലെ ഓരോ ദുഃഖ ദുരിതങ്ങൾ കർത്താവിന് സമർപ്പിക്കുക. ഓരോ വേദനകൾ കർത്താവിന് സമർപ്പിക്കുക. കർത്താവിനെ വിളിക്കുക. കർത്താവിന് നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെ മേലും അവിടുന്ന് തൻ്റെ സമ്പത്ത് വർഷിക്കുന്നു. ഹോസിയ പ്രവാചന പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യം. അവർ എന്നെ വിളിച്ചപേക്ഷിക്കുന്നതിന് പകരം കിടക്കയിൽ വീണ് വിലപിക്കുന്നു. ഹൃദയം നൊന്ത് എന്നെ വിളിച്ചപേക്ഷിക്കുന്നതിന് പകരം കിടക്കയിൽ വീണ് വിലപിക്കുന്നു. ദൈവത്തിന് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് നിരാശപ്പെട്ടിരിക്കുക. നീ വേദനയിലിരിക്കുന്ന ഒരു വ്യക്തിയാണോ? ഹൃദയം നൊന്ത് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. ഈ നിമിഷങ്ങളിൽ ടീമിനോട് ചേർന്ന് ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ ഇരുന്ന് കണ്ണടച്ച് കരങ്ങൾ ഉയർത്തി നിങ്ങളുടെ വേദനകളും ദുഃഖങ്ങളും ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവേ, സഭയുടെ പ്രാർത്ഥനകളോട് ചേർന്ന് ഇതാ ഈ കുടുംബങ്ങളുടെ മുഴുവൻ വേദനകളും ഈ വ്യക്തികളുടെ മുഴുവൻ ദുഃഖങ്ങളും പിതാവേ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തിരുസന്നിധാനത്തിലേക്ക് സമർപ്പിക്കുന്നു. ഈ നിമിഷങ്ങളിൽ ഓരോ കുടുംബങ്ങളെ ആശീർവദിക്കുന്നു. ദൈവശക്തി കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ കർത്താവേ. ഓരോ കുടുംബങ്ങളുടെ മേൽ അത്ഭുതങ്ങൾ
സംഭവിച്ചുകൊണ്ടിരിക്കട്ടെ. വലിയ അടയാളങ്ങൾ കുടുംബങ്ങളിൽ ഇപ്പോൾ സംഭവിക്കട്ടെ. വലിയ മാനസാന്തരങ്ങൾ കുടുംബങ്ങളിൽ സംഭവിക്കട്ടെ. മദ്യപാനശീലം വിട്ടുപോകട്ടെ. പുകവലിയുടെ ശീലം വിട്ടുപോകട്ടെ കർത്താവെ. കുടുംബ തകർച്ചകൾ വിട്ടുപോകട്ടെ കർത്താവെ. നിരീശ്വരചിന്ത വിട്ടുപോകട്ടെ. കുടുംബങ്ങളിൽ സന്ധ്യാപ്രാർത്ഥനകളുടെ അവസ്ഥകൾ മാറിപ്പോകട്ടെ. കുടുംബങ്ങളിൽ മക്കളും മാതാപിതാക്കളും ഐക്യം ഉണ്ടാകട്ടെ. വചനം കേൾക്കാൻ തുറവ് ലഭിക്കട്ടെ. വചനം കേൾക്കാൻ തടസ്സങ്ങൾ കുടുംബത്തിൽ നിന്ന് മാറിപ്പോകട്ടെ കർത്താവെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവെ, നിമിഷങ്ങളിൽ ദൈവമക്കൾക്ക് വചനം കേൾക്കാനുള്ള സകല തടസ്സങ്ങളും യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ കുടുംബങ്ങളിലും വചനാഭിഷേകം നിറയട്ടെ. എല്ലാ കുടുംബങ്ങളിലും ആത്മീയ അഭിഷേകം നിറയട്ടെ. എല്ലാ കുടുംബങ്ങളിലും ദൈവകൃപയുടെ അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. മിശ്ര വിവാഹം അരുത്. ഇത് ദൈവം തൻ്റെ പരിശുദ്ധ വചനങ്ങളാൽ നിരോധിച്ചിരിക്കുന്ന ഒരു സംഗതി അത്രേ. ഒരുപാട് വ്യക്തികൾക്ക് തെറ്റായ ധാരണയുണ്ട്. എല്ലാവരും ദൈവത്തിന്റെ പുത്രിപുത്രന്മാരല്ലേ, അതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള ഒരാളെ ഞാൻ വിവാഹം കഴിക്കുന്നത് കൊണ്ട് എന്താണ് തെറ്റ്? വേറെ ചിലർ ചിന്തിക്കുന്ന ഇങ്ങനെയാണ്, മാതാപിതാക്കന്മാർ ആലോചിച്ച് കൊണ്ടുവരുമ്പോൾ അവർ ഞങ്ങൾക്ക് പരിചയമില്ലാത്തവരല്ലേ, അതുകൊണ്ട് ആ വിവാഹം ചിലപ്പോൾ പരാജയപ്പെട്ടാലോ, അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ പരിചയപ്പെട്ട് നേരത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അങ്ങനെ എല്ലാം നേരത്തെ തന്നെ എല്ലാം മനസ്സിലാക്കിയിട്ട് കല്യാണത്തിലേക്ക് പ്രവേശിക്കുന്നതല്ലേ നല്ലത്. പ്രിയപ്പെട്ടത്, ഒരുപാട് തരത്തിലുള്ള നുണ ഉപദേശങ്ങളും ഇടർച്ച വെക്കുന്ന ഉപദേശങ്ങളും ദൈവമക്കളുടെ ഹൃദയങ്ങളിൽ സാത്താൻ വിതച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, വഞ്ചിതരാകരുത്. പിതാക്കന്മാരായി, കാർന്നോമാരായി നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമുദായത്തിലും നമ്മുടെ ഗോത്രത്തിലും ആചരിച്ചു വന്നിരുന്ന ശീലങ്ങൾക്കും രീതികൾക്കും അതിൻ്റെതായ ദൈവിക അടിസ്ഥാനമുണ്ടെന്ന് മകനെ മകളെ നീ മനസ്സിലാക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എല്ലാം കാറ്റിൽ പറത്തി സ്വന്തം വഴിയെ നടക്കരുത്. തലമുറകളായി ആചരിച്ചു വന്നിരുന്ന ചില രീതികൾക്കും ശീലങ്ങൾക്കും അതിൻ്റെതായ ഒരു ദൈവിക അടിസ്ഥാനമുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. മിശ്ര വിവാഹം അരുത് എന്ന് ദൈവത്തിന്റെ വചനം ദൈവമക്കളെ വ്യക്തമായി പ്രബോധിപ്പിക്കുന്നുണ്ട്. ഒരു തിരുലിഖിത ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. തോബിത്തിന്റെ പുസ്തകത്തിൽ തോബിത്ത് തന്റെ കൊച്ചുമകനെ അടുത്ത് വിളിച്ച് അവന്റെ ഭാവി സുരക്ഷിതമാകാൻ വേണ്ടി ഉപദേശിക്കുന്ന ഒരു ഉപദേശം തോബിത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 12-13 തിരുലിഖിതങ്ങളിലുണ്ട്. എല്ലാവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഞാനതൊന്ന് ഉറക്കെ പ്രഘോഷിക്കട്ടെ. എല്ലാത്തരം അധാർമികതയിൽ നിന്നും നിന്നെ തന്നെ കാത്തുകൊള്ളുക. നിന്റെ പൂർവികരുടെ ഗോത്രത്തിൽ നിന്ന് മാത്രം നിനക്ക് ഭാര്യയെ സ്വീകരിക്കുക. അന്യ ജനതകളിൽ നിന്ന് നീ വിവാഹം ചെയ്യരുത്. നാം പ്രവാചകന്മാരുടെ സന്തതികളാണ്. മകനെ, നമ്മുടെ പൂർവ്വപിതാക്കന്മാരായ നോഹ, അബ്രാഹം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നിവരെല്ലാം തങ്ങളുടെ ചാർച്ചക്കാരുടെ ഇടയിൽ നിന്നാണല്ലോ ഭാര്യമാരെ തെരഞ്ഞെടുത്തത് എന്ന കാര്യം നീ അനുസ്മരിക്കണം. സന്താനങ്ങൾ വഴി അവർ അനുഗ്രഹീതരായി. അവരുടെ പിൻതലമുറ ദേശം അവകാശമാക്കും. അതിനാൽ മകനെ, നിന്റെ സഹോദരന്മാരെ സ്നേഹിക്കുക. നിന്റെ ചാർച്ചക്കാരിൽ നിന്ന്, നിന്റെ ജനത്തിന്റെ മക്കളിൽ നിന്ന് ഭാര്യയെ സ്വീകരിക്കാതെ അവരെ നിന്ദിക്കരുത്. അഹങ്കാരം വിനാശവും അരാജകത്വവും വരുത്തും. അഹങ്കാരം വിനാശവും അരാജകത്വവും വരുത്തും. ഹല്ലേലൂയ. നീ ഒരു തോന്നലിന് എടുത്തു ചാടരുത്. നീ നിന്റെ ദൈവമായ കർത്താവ് വിശുദ്ധ വചനങ്ങളിലൂടെ നിനക്ക് നൽകിയിരിക്കുന്ന ദൈവീകമായ വഴികളെ അവഗണിച്ച് നീ തോന്നിവാസം നടക്കാൻ തക്കവണ്ണം നീ അഹങ്കാരത്തിന്റെ പിടിയിൽ അമരരുത്. അഹങ്കാരം വിനാശവും അരാജകത്വവും വരുത്തും. പ്രൈസ്. നിന്റെ പിൻതലമുറ അനുഗ്രഹിക്കപ്പെടണമെന്ന് നിന്റെ ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നു.